ഇവള് കുറെ വിലസിത ഈ വീട്ടില്. ഇപ്പൊ ആ വാള് പോയതോടെ അമ്മ ഇടങ്ങേറിലായി. ഇവൾക്ക് ബുദ്ധിപൂർവ്വം 2-3 പണികൾ കൂടി വാങ്ങിച്ചു കൊടുക്കണം. ഇത് തന്നെ പറ്റിയ അവസരം. മോളെ മീനാക്ഷി, എന്താ ചെറിയമ്മ? മോള് വിഷമിച്ച് നിൽക്കുവാണോ? ഏയ് അല്ല. മോളുടെ ആ മുഖം കണ്ടാൽ അറിയാം മോള് വല്ലാതെ നീറുന്നുണ്ടെന്ന്. മോള് സങ്കടപ്പെടണ്ട കേട്ടോ. ദാ മോള് തന്നെ വിളക്ക് വെച്ചോ. ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും മോളുടെ മനസ്സിന്റെ നന്മയും നിഷ്കളങ്കതയൊക്കെ എനിക്കറിയാം. ഇപ്പോൾ ആ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്നും ഈ ചെറിയമ്മയ്ക്ക് മനസ്സിലാവും. മോളുടെ സങ്കടം കാണാൻ ഈ ചെറിയമ്മയ്ക്ക് വയ്യ. ദാ മോള് തന്നെ വിളക്ക് വെച്ചോ. വേണ്ട ചെറിയമ്മ, മുത്തശ്ശി ചെറിയമ്മയെ ചുമതലപ്പെടുത്തിയതല്ലേ, അത് ചെറിയമ്മ തന്നെ ചെയ്തു. ഇവര് തമ്മിൽ എന്താ തർക്കം? ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. അത് പോരാ, മോള് തന്നെ തുളസിത്തറയിൽ വിളക്ക് വയ്ക്കണം. അതാ അതിൻ്റെ ഒരു ഐശ്വര്യം. ദാ അയ്യോ മോളെ, കാർത്തിക് മോന്റെ തല ആരോ എറിഞ്ഞു പൊട്ടിച്ചോന്ന്. ദേ ന്യൂസ്. അയ്യോ, എന്റെ ദൈവമേ, നശിപ്പിച്ചല്ലോ. കാർത്തിയേട്ടൻ, എന്റെ ഈശ്വരൻ, ഞാൻ എന്തായി കാണുന്നത്? എന്താ ഇവിടെ? എന്താ മാലതി? അമ്മായി, കാർത്തിയേട്ടൻ. കാർത്തിയേട്ടൻ എന്താ? ദാ അയ്യോ ഭഗവാനെ, എന്റെ മോൻ. മോനെ കാർത്തി, എന്താ ചെയ്യണ്ട അമ്മായി? എന്താ എന്താ ഇവിടെ പ്രശ്നം? അമ്മേ, കാർത്തി. ഈശ്വര, എന്റെ കുഞ്ഞ്. അയ്യോ മോളെ, മോളെ സാവിത്രി, മോളെ നിന്റെ സാരിയിലെ തീ. അയ്യോ അമ്മേ, അണക്ക്. അയ്യോ 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 മോളെ, അയ്യോ ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ ആരത് ചെയ്തത്? ചോദിച്ച കേട്ടില്ലേ ആരത് ചെയ്തതെന്ന്? മീനാക്ഷിയുടെ കൈ തട്ടിയിട്ട് വിളക്ക് താഴെ വീണ് തീ പിടിച്ചതാ. എന്റെ മക്കളെ എല്ലാം കൊലയ്ക്ക് കൊടുത്ത നീ അടങ്ങുമല്ലേ? അമ്മേ, എടീ, അമ്മേ, മുത്തശ്ശി, മിണ്ടരുത് നീ. ശാപകാലത്ത് വന്നു പിറന്ന നാശം പിടിച്ച സന്തതി. രാജലക്ഷ്മി, നീ സൂക്ഷിച്ച് സംസാരിക്കണം. കൂടം കൊണ്ടടിക്കുന്ന പോലെ നിന്റെ വാക്കുകൾ വന്നലയ്ക്കുന്നത് പലരുടെയും ഹൃദയത്തിലേക്കാ. ഞാൻ പ്രസവിച്ചതല്ലെങ്കിലും എന്റെ പൊന്നു മകള അമ്മ ഈ നിൽക്കുന്ന. എന്റെ ജയേട്ടൻ എനിക്ക് തന്നിട്ട് പോയ എന്റെ നിധി. അമ്മേ, ഇതെല്ലാം കുറെ കടന്നു പോവുക. അമ്മയെ പോലെ ഒരു വലിയ മനസ്സിന്റെ ഉടമയിൽ നിന്നും
ഇത്തരം പ്രവൃത്തികൾ ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതല്ല. നഷ്ടപ്പെട്ടതൊക്കെ എനിക്കാണടാ. മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദന നിനക്കൊന്നും മനസ്സിലാവില്ല. മറ്റുള്ളവർക്കാർക്കും വേദനയില്ലായിരിക്കും. മനസ്സിന്റെ സമനില തകരാറായി നിൽക്കുകയാണ്. കൂടുതൽ സംസാരിക്കാൻ അവസരം ഒരുക്കരുത്. പറയുന്നൊന്നും പിന്നെ തിരിച്ചെടുക്കാനാവില്ല. ദൈവിക കാര്യങ്ങളെല്ലാം ഞാൻ നിന്നെയല്ലേ ഏൽപ്പിച്ചിരുന്നത്, അല്ലേ? ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടവളുമാരെ ഏൽപ്പിക്കാൻ നിന്നോട് ആരാടി പറഞ്ഞത്? അമ്മേ, അത് ചോദിച്ചത് കേട്ടില്ലടി. അത് മീനാക്ഷിയല്ലേ എന്നും ചെയ്യുന്നത്. ഞാൻ കാർത്തിക് മോന്റെ പരിക്കേറ്റ കാര്യം കണ്ടു നിന്നുപോയതാ. ദൈവമേ, കാർത്തി മോന് പരിക്കേറ്റുന്നോ? എന്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയാ ഈ കേൾക്കുന്നേ? അമ്മേ, സാവിത്രി, എന്താ ഉണ്ടായത്? പറ ചേച്ചി. ഇതെന്താ ആരും ഒന്നും പറയാത്തത്? പോലീസ് ക്ലബിൽ ചെന്നപ്പോ ആരോ കല്ലെറിഞ്ഞതാ. അയ്യോ, ആ മീഡിയക്കാര് ചെയ്യിപ്പിച്ചതായിരിക്കും. ഒന്നിന് പിറകെ ഒന്നായി നാശങ്ങളാണല്ലോ ഭഗവാനെ. അനങ്ങിയാൽ അപകടം, എങ്ങോട്ട് തിരിഞ്ഞാലും ആപത്ത്. ദേ നിൽക്കുന്നു ചെമ്പകമംഗല തറവാട്ടിന്മേൽ വന്നു പതിച്ച ഇടുത്തി. എല്ലാത്തിനും കാരണക്കാരി ഇവള ഒറ്റ ഒരുത്തിയ. ഇവള് കാരണോ എല്ലാം നശിച്ചത്. ആ വാള് കാണാതായത്. അതിന് ഞാൻ കൊടുക്കേണ്ടി വന്ന വില എന്റെ മകന്റെ ജീവനാ. ഇപ്പതേ എന്റെ കൊച്ചുമോനെ നാട്ടുകാരെ കല്ലെറിഞ്ഞ് അവന്റെ തല പൊട്ടിച്ചിരിക്കുന്നു. തീരുന്നില്ല. ദേ, തറവാട്ടിലെ നിലവിളക്ക് തട്ടിമറിച്ച് അടുത്തയാളെ കത്തിച്ചേനെ. ഇനി ഇതൊന്നും അങ്ങനെ തീരില്ല. ഒന്നിനു പിറകെ ഒന്നായി ഒരു തീക്കാറ്റ് പോലെ ചെമ്പകമംഗലത്ത് എല്ലാം വീശിയടിക്കും. കാലദോഷത്തിന്റെ പെരുമഴയാ. നീ കാത്തിരുന്ന് നേരിട്ടോ. അമ്മയൊന്ന് അടങ്ങ്, ഇല്ലെങ്കിൽ ഞാൻ എന്റെ പാർട്ട്ണറിൽ പോവും. മോളെ, നീ കരയല്ലേ മോളെ. വല്യേട്ടനെ നഷ്ടപ്പെട്ട വേദനയില് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് പോകുന്നതാ. എടതി, മോളെ വിളിച്ചകത്തുണ്ടോ? ചെല്ലേ. വാ മോളെ, വാ. വീണ കുഴിയുടെ ആഴം നോക്കി പേടിച്ചു നിൽക്കാതെ കരകയറാനുള്ള വഴിയാണ് ആദ്യം നോക്കേണ്ടത്. അല്ലാതെ അവരവരുടെ നിരാശ മറ്റുള്ളവരോട് തീർക്കലല്ല. നിനക്കിപ്പോ സന്തോഷായില്ലടി? എന്തിനാ? ആ മൈഥിലി പോയ ഒഴിവ് നേട്ടാൻ നോക്കിയല്ലടി നീ. മൈതിലുള്ളപ്പോഴും ഞാനിവിടെ ഉണ്ടായിരുന്നു. ആ, അത് പുറകീന്ന് ഇപ്പൊ മുന്നിലോട്ട് ഇങ്ങ് കേറി. മീനാക്ഷിയെ കരയിപ്പിച്ചപ്പോ ഒരു സുഖം അല്ലേടി? അവള് കരഞ്ഞപ്പോ ഒരു ചെറിയ സുഖമൊക്കെ ഉണ്ടായിരുന്നു. എന്താ ജഗദീഷ് ചേട്ടാ? നിനക്കൊരു സുഖം കിട്ടി, എനിക്കൊരു സുഖം വേണ്ടേ? നോക്കുകൂലിയായിട്ട് കരുതിയാ മതി. നീ പണിയെടുത്തതിനുള്ള കൂലി ഞാൻ പുറകെ തരാം.
ഉമ്മ, കരയാതെ. ജയേട്ടൻ ഇല്ലാതായതോടെ അമ്മയുടെ മനസ്സിന്റെ കൺട്രോൾ പോയിരിക്കുക. ആരോട് എന്ത് പറയണമെന്ന് അമ്മയ്ക്ക് തന്നെ അറിയാത്ത പോലെ. പെട്ടെന്നുള്ള ദേഷ്യത്തില് എന്റെ മോളോട് അമ്മ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് മോൾ അതൊന്നും മനസ്സിൽ വെക്കരുത്. മോളുടെ മുത്തശ്ശിയല്ലേ. വേറെ ഇഷ്ടമുള്ളവരോടല്ലേ ദേഷ്യപ്പെടാൻ പറ്റൂ. മോൾ അത് സാരമാക്കണ്ട. ഞാനതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല അമ്മേ. മുത്തശ്ശി പറഞ്ഞതിലൊന്നും എനിക്ക് യാതൊരു സങ്കടവും ഇല്ല. മുത്തശ്ശി പറഞ്ഞതൊക്കെ ശരിയായിരിക്കും. എത്ര പെട്ടെന്നാ ഓരോരുത്തരും നല്ലതും ചീത്തയുമായിട്ട് മാറുന്ന, ഐശ്വര്യവും ഐശ്വര്യക്കേടുമായിട്ട് തീരുന്ന. കഴിഞ്ഞ ദിവസം വരെ ഞാൻ ചെമ്പകമംഗലത്തെ നിലവിള കാണുന്ന മുത്തശ്ശി പറഞ്ഞിരുന്ന ആ നാവ് തന്നെ അത് തിരുത്തി ഞാൻ കരിവിളക്കായിട്ട് മാറി. എന്റെ അച്ഛന്റെ ചിതിക്കരികിൽ നിൽക്കാൻ പോലും അർഹതയില്ലാത്തവളായി മാറി. മോളെ, ഞാൻ തറവാട് മുടിപ്പിക്കാൻ ജനിച്ച സന്തതിയായി. എന്റെ മോളെ, അല്ലെങ്കിലും ഞാനൊരു ഭാഗ്യദോഷി അമ്മ. ദൈവത്താൽ ശപിക്കപ്പെട്ടവള്. ഈ പ്രായത്തിൽ തന്നെ എനിക്കെന്റെ അച്ഛനെയും എന്നെ പ്രസവിച്ച അമ്മയെ നഷ്ടപ്പെട്ടു. ഒന്ന് അപകട മരണം, മറ്റൊന്ന് കൊലപാതകം. ജീവിച്ചിരുന്നപ്പോ പോലും അച്ഛന്റെ സ്നേഹം മുഴുവൻ എനിക്ക് കിട്ടിയിട്ടില്ല. പെറ്റമ്മയുടെ സ്നേഹം ഇത് തട്ടിക്കളഞ്ഞു. കാർത്തിയേട്ടിൽ നിന്ന് എനിക്കിപ്പൊ കിട്ടുന്നത് പോലും കടം വാങ്ങിയ സ്നേഹമാ. മൈഥിലി ഉപേക്ഷിച്ചു പോയപ്പോഴുള്ള ഒരു പ്രതികാരം എന്ന നിലയ്ക്ക് കാർത്തിയേട്ടൻ എന്നെ. മീനാക്ഷി, അങ്ങനെയൊന്നും പറയരുത് മോളെ. ചിന്തിക്ക പോലും അരുത്. ദേ, കാർത്തിക്ക് നിന്നെ ജീവനാ. അവൻ ഒരിക്കലും നിന്നെ മറക്കില്ല. നോക്ക്, നിനക്ക് നിന്റെ ഈ അമ്മയില്ലേ? മുത്തശ്ശനും മുത്തശ്ശിയും സാവിത്രിയമ്മയും ചെറിയച്ഛനും ഇല്ലേ? ദേ, ഇനി എന്റെ മോൾ അങ്ങനെയൊന്നും പറയണ്ട. അതെ, മുത്തശ്ശിക്ക് നിന്നോട് സ്നേഹമില്ലഞ്ഞിട്ടല്ല. ആ വാള് നഷ്ടപ്പെട്ട എന്റെ ദേഷ്യത്തിൽ എന്തോ പറഞ്ഞു പോയതാ. പറഞ്ഞത് തെറ്റായി പോയിന്ന് അത് മുത്തശ്ശിക്ക് അറിയാം. എന്നുവെച്ച് പറഞ്ഞു പോയതിനി പിൻവലിക്കാൻ പറ്റുമോ? അതിന്റെ പേരിൽ വിഷമിക്കുന്നുണ്ടാവും പാവം. ദേ, എന്റെ മോള് മനസ്സിൽ നിന്ന് അതൊക്കെ മറന്നേക്ക്. ബന്ധങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ അമ്മ. അതിപ്പോ രക്തബന്ധമായാലും മനുഷ്യബന്ധമായാലും ജീവനാണ്, പ്രാണനാണ് എന്നൊക്കെ പറയും. അവരുടെയൊക്കെ താല്പര്യങ്ങൾക്കെതിരെ എന്തെങ്കിലും വന്നു പോയാ ആ ബന്ധങ്ങൾ വേഗം മുറിഞ്ഞു പോവും. ആ തിരിച്ചറിവൊക്കെ ഇപ്പൊ എനിക്കുണ്ട്. മീനാക്ഷി, വിട്ടുപോയ കണ്ണികൾ പലതും വിളക്കി ചേർക്കാൻ പാടാണമ്മ. ഞാൻ അവരുടെയൊക്കെ മനസ്സിന്റെ പടി കടന്നും പുറത്തായി. മോളെ, എന്താ മോളെ ഇങ്ങനെ പറയുന്നത്? അമ്മ പോയിക്കോ. എനിക്കിവിടെ കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. അല്ലെങ്കിൽ എന്റെ മനസ്സിന് ഭ്രാന്ത് പിടിക്കും. number you are trying to reach is currently switched off. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ്. ഈ കാർത്തി എന്താ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത്? ഒരു സമാധാനം ഇല്ലല്ലോ ദൈവമേ. മീനാക്ഷിയോട് ചോദിക്കാം.
മീനാക്ഷി 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 ഈ കുട്ടി ഇതെവിടെ പോയിരിക്കുക? ശരാ എന്തു പറ്റി ഏട്ടത്തി? മീനാക്ഷി കണ്ടു സാവിത്രി? ഇല്ല, ഞാനും അവളെ തിരക്കി വന്നതാ. കാർത്തിയുടെ ഒരു വിവരമില്ല എന്നാ അവളോട് ചോദിക്കാന്ന് കരുതി. അല്ല, മീനാക്ഷി എവിടെ പോയി? അതാ ഞാനും ആലോചിക്കുന്നത്. ചിലപ്പോ താഴെ ഏതെങ്കിലും മുറി കാണും. വാ നമുക്ക് നോക്കാം. വാ. മീനാക്ഷി, 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 മോളെ. എന്താ? മാരുതി മീനാക്ഷിയെ കണ്ടോ? സന്ധ്യയ്ക്ക് കണ്ടതാ. നന്ദിനി എടുത്തിട്ട് സംസാരിക്കുന്ന കണ്ടു. ആ, ചിലപ്പോ അമ്മയുടെ അച്ഛന്റെ മുറി കാണും. എന്നാ വാ, അവിടെ നോക്കാം. അമ്മേ, അമ്മേ, മീനാക്ഷിയെ കണ്ടോ? മീനാക്ഷി ആ മീനാക്ഷി കൊച്ച് അല്പം മുമ്പ് അപ്പുറത്തുണ്ടായിരുന്നല്ലോ. ഇപ്പൊ നോക്കിട്ട് കാണുന്നില്ല ചാ. അവൾ അവിടെ എവിടെയെങ്കിലും കാണും. എവിടെ പോവാനാ? വാ മക്കളെ, നമുക്ക് നോക്കാം. വാ. ദൈവമേ, എന്റെ കുഞ്ഞെങ്ങോട്ട് പോയി? മീനാക്ഷി, മോളെ. മോനെ, നീ കണ്ടോ? ആര്? മീനാക്ഷിയെ. മീനാക്ഷിയോ? അവൾ ഇവിടെ എവിടെ എങ്ങനെ കാണും? നിങ്ങൾ എല്ലാ മുറികളിലും പോയി നോക്ക്. ആ, ഞാൻ മുറ്റത്ത് നോക്കാം. സന്ധ്യയ്ക്ക് മീനാക്ഷി മുറ്റത്താ ഉണ്ടായിരുന്നത്. ആ പോ. എന്നാ ഞാൻ അവിടെ നോക്കാം. മോളെ മീനാക്ഷി. ഞാൻ ആ നോക്കട്ടെ. ചെല്ല്. നീ പറഞ്ഞൊന്നും കുഞ്ഞിന് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. വഴക്ക് പറയുന്നതിന്റെ പരിധിയില്ലേ? അവൾ നമ്മുടെ കുഞ്ഞല്ലേ? ഞാൻ മനസ്സിൽ തട്ടിയൊന്നും പറഞ്ഞതല്ല. അതറിയാം. പക്ഷെ നീയോ ഞാനോ എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്കത് വല്ലാതെ ഫീൽ ചെയ്യും. മക്കളോട് സ്നേഹമുണ്ടെന്നുള്ളത് സത്യം തന്നെ. പക്ഷേ കൊച്ചുമക്കളോടാവുമ്പോ അവരോടത് 1000 ഇരട്ടിയാ. എന്റെ കുഞ്ഞു വല്ല കടുക്കുകയും ചെയ്യുമെന്നാണ്. കൈമലേട്ടാ, വെറുതെ ആണെങ്കിലും അങ്ങനെയൊന്നും പറയല്ല. ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു പോവും. അച്ഛാ, മീനാക്ഷി പുറത്തൊന്നും കാണാനില്ല. വിളിച്ചു നോക്കി, ഫോൺ സ്വിച്ച് ഓഫാ. എന്താ മാലതി? ഇല്ലേ അമ്മേ, മീനാക്ഷി എവിടെയും കാണുന്നില്ലല്ലോ. മീനാക്ഷി ഇതെവിടെ പോയി? അതെങ്ങനെ? ചിലര് കരഞ്ഞ് ശപിക്കല്ലായിരുന്നു അവളെ. സല്യൂട്ടൊന്നും വേണ്ടല്ലേ? ഓർഡർ കിട്ടിയില്ലെന്നേ ഉള്ളൂ. ഞാൻ സസ്പെൻഷനില്ല. അതൊക്കെ പതിവുള്ളതല്ലേ സാർ, അതൊന്നും സാരമല്ല. ഞാൻ മറ്റൊരു കാര്യം പറയാനാ സാർ വന്നത്. എന്താണല്ലേ, പറയൂ. സാറിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലെന്തെങ്കിലും വിശേഷമുണ്ടോ? അത് മീനാക്ഷി മേഡത്തെ കാണാനില്ല എന്ന് പറഞ്ഞു.
സാർ ഡോക്ടറോട് ചോദിക്കാതെ നിർബന്ധമായും 2 days എങ്കിലും സാറ് റെസ്റ്റ് എടുക്കണം. പരിക്ക് നെറ്റിക്കാം, അതുകൊണ്ടാ പറഞ്ഞത്.